നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 13. അങ്ങനെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനെ തുടർന്ന് ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ബിയേഴ്സ് വീണ്ടും മാർക്കറ്റ് കൈയടക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. തൽഫലമായി 23,555 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. ശക്തമായ തിരിച്ചുവരവ് നടത്തുവാൻ സാധിച്ചെങ്കിലും 23,907 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി 207 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 23,842 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 702 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 307 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ പവർ, ഡിഫൻസ്, ടെലികോം തുടങ്ങിയ മേഖലകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. FMCG, ഓട്ടോ, റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലകൾക്ക് 1% നഷ്ടം നേരിടേണ്ടി വരികയും ചെയ്തു. അതേസമയം ബോർഡർ മാർക്കറ്റ്സിൽ നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 0.5% നഷ്ടം മാത്രമേ ഇന്ന് നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തുള്ളൂ. HDFC ലൈഫ്, അദാനി എന്റർപ്രൈസസ്, ICIC ബാങ്ക്, NTPC, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുവാനായപ്പോൾ മാരുതി സുസുക്കി, ഐഷ മോട്ടോഴ്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ബജാജ് ഫൈനാൻസ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 65 പൈസയുടെ നഷ്ടത്തോടുകൂടി 93.38 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. യുഎസും ഇറാനും ഇസ്ലാമാബാദിൽ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക മൂലം ഓയിലിന്റെ വിലയിലുണ്ടായ വർധനവ് ഇന്ന് ഇറ്റേണൽ, സ്വിഗ്ഗി, ദേവയാനി ഇന്റർനാഷണൽ തുടങ്ങിയ സ്റ്റോക്കുകളെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. 4% ഇടിവ് ഇൻട്രാഡേ ബേസിസ് സ്റ്റോക്കുകളിൽ അനുഭവപ്പെടുകയും ചെയ്തു. അതേസമയം ഇതിന് വിപരീതമായിട്ട് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഉണർവിനെ തുടർന്ന് ബജാജ് ഇലക്ട്രിക്കൽസ് തുടങ്ങിയ ഡൊമസ്റ്റിക് അപ്ലയൻസസ് സ്റ്റോക്കുകളിൽ 2.5% ഉയർച്ചയും ഇന്ന് അനുഭവപ്പെടുകയും ചെയ്തു. ഇന്നും സ്പൈസ് ജെറ്റിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഉണർവ് പ്രകടമായിരുന്നു. തൽഫലമായി തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് സ്റ്റോക്കിന് 21% നേട്ടവും കൈവരിക്കുവാനായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗും തുടർന്ന് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനിടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമില്ല. ഇന്നലെ ഇസ്ലാമാബാദിൽ പരാജയപ്പെട്ട വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള സമാധാന ചർച്ചകളെ തുടർന്ന് വീണ്ടും ജിയോ പൊളിറ്റിക്കൽ ആശങ്കകൾ വർദ്ധിക്കുവാനിടയായി. ഈ ഒരു കാരണം തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിനെയും ശക്തമായ നഷ്ടത്തിലേക്ക് തള്ളിവിടുകയുണ്ടായത്. ഇതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില 100 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഏതാനും ദിനങ്ങൾക്ക് ശേഷം വീണ്ടും മറികടക്കുകയും ചെയ്തു. ഇന്ന് യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ അനുഭവപ്പെട്ട വീക്ക്നെസ്സും കൂടാതെ ഏഷ്യൻ, യൂറോപ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട വീക്ക്നെസ്സിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് മാറിയതും ഇന്ത്യൻ RBIയുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ രൂപയുടെ മുകളിലുള്ള ഊഹക്കച്ചവടത്തെ നിർത്തിയതിനു ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ചയിൽ 2013 ശേഷം അഥവാ 12 വർഷങ്ങൾക്ക് ശേഷം സിംഗിൾ ഡേയിലെ ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ച ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് വീണ്ടും കാര്യമായ നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. US ഡോളറിനെതിരെ നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ 65 പൈസയുടെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല 93 എന്ന ലെവൽ വീണ്ടും ഇന്ത്യൻ രൂപ ഒരാഴ്ചയ്ക്ക് ശേഷം മറികടക്കുകയും ചെയ്തു. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും വികർഷിക്കുന്ന ഒരു പ്രധാന ഘടകമായതിനാൽ തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും ഇന്ത്യൻ മാർക്കറ്റിന് സാരമായ ക്ഷീണമേൽപ്പിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ദിവസം ശക്തമായ ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ഇന്ന് 13% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല 8.75% ഉയർച്ചയോടുകൂടി 20 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് 20.50 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടും വിക്സ് ഉയരുമ്പോൾ അത് മാർക്കറ്റിനെ മോശമായി ബാധിക്കുമെന്നുള്ളതിനാൽ തന്നെ ഇന്ത്യ വിക്സിലുണ്ടായ ഉയർച്ചയും മാർക്കറ്റിന്റെ ഇടിവിന് ആക്കം കൂട്ടി. ഈ പറഞ്ഞ ഘടകങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിന് ശക്തമായ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നത്. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ രാവിലെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 100ലേറെ പോയിന്റുകൾ റിക്കവർ ചെയ്തുകൊണ്ട് 0.44% അഥവാ 213 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ 0.25%-ലേറെയും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ
മാർക്കറ്റ്സിൽ തായ്വാൻ ചൈനീസ് മാർക്കറ്റുകൾക്ക് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഇന്തോനേഷ്യൻ മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ബാക്കി ഇന്ത്യ ഉൾപ്പെടെ എല്ലാ മാർക്കറ്റുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. വീണ്ടും രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ നേരിയ ഉണർവാണ് അനുഭവപ്പെടുന്നതും. ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 7.58% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് $102.42 പെർ ബാരൽ എന്ന നിലയിലായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 8.29% ഉയർച്ചയോടുകൂടി $104.55 പെർ ബാരൽ എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടക്കുന്നതും. ഗോൾഡിന്റെ വിലയിൽ 0.25% ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. $4,714.02 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ജ്യോതി CNC ഓട്ടോമേഷൻ ഫ്രഞ്ച് അധികൃതർ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ 16% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ആസ്റ്റർ DM ഹെൽത്ത് കെയർ 96 കോടി രൂപ വുമൺ ആൻഡ് ചിൽഡ്രൻ ഫെസിലിറ്റിക്കായിട്ട് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ശ്യാം മെറ്റാലിക്സ് മലിനീകരണ പ്രശ്നങ്ങൾ കാരണം റംഗേലി പ്ലാന്റിലെ ചില യൂണിറ്റുകൾ അടച്ചുപൂട്ടുവാൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടു. കോഫോജ് എൻകോറ ഏറ്റെടുക്കുന്നതിനായിട്ട് റെഗുലേറ്ററി അംഗീകാരങ്ങൾ കമ്പനിക്ക് ലഭിച്ചു. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഡീസൽ, വ്യോമയാന, ടർബൈൻ ഇന്ധന കയറ്റുമതിയുടെ നികുതി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. ഓറിയന്റൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ റെയിൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് 25 LHB GS കോച്ച് സീറ്റ് സെറ്റുകൾക്ക് ഓർഡർ ലഭിച്ചു. BEML $36.4 മില്യൺ എക്സ്പോർട്ട് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. MTNL 10,000 കോടി രൂപ മൂല്യം വരുന്ന അസറ്റുകൾ കേന്ദ്ര ഗവൺമെന്റ് കമ്പനിക്ക് റിലീസ് ചെയ്തു നൽകി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ ഇന്ത്യൻ മാർക്കറ്റിന് അംബേദ്കർ ജയന്തി ആയതിനാൽ തന്നെ അവധിയാണ്. ബുധനാഴ്ച രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.